ഹായ് ഹലോ നമസ്കാരം, ഏവർക്കും സ്വാഗതം എസ്തെറ്റിക് ലൈഫിലേക്ക്. ഇന്നും പതിവ് പോലെ സന്ധ്യ വിക്രം, അതോടൊപ്പം തന്നെ ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോ കരമനയാണ് എത്തിയിട്ടുള്ളത്. ബ്രൈഡൽ സ്റ്റുഡിയോ എന്ന് പറയുന്നതിനേക്കാളും യൂണിസെക്സ് സലൂൺ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഒരു ഗ്രൂം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചേച്ചിയുടെ തന്നെ ചോദിക്കാം. വളരെ സുന്ദരനായിട്ടും സുമുഖനായിട്ടുമുള്ള ഒരു ഗ്രൂമാണ്. അക്ഷയ് എന്നാണ് പേര്. അപ്പോൾ അക്ഷയ്ക്ക് എന്താണ് ചേച്ചി? എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അല്ലേ? ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന്. പക്ഷേ ഓരോരുത്തരും നമ്മളെ കോണ്ടാക്ട് ചെയ്യുമല്ലോ മേക്കപ്പിന് വേണ്ടിയിട്ടും ഈ ഫേഷ്യൽസിന് വേണ്ടിയിട്ടും ഒക്കെ. അതായത് എന്താണ് നമ്മൾ കല്യാണത്തിന്റെ മുമ്പ്, അതായത് നമ്മൾ എപ്പോഴും ലേഡീസിന്റെ കാര്യം മാത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. ഇവരും കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ, അവർക്ക് വേണ്ടിയിട്ടും നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കല്യാണത്തിന് മുമ്പായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫേഷ്യൽ കല്യാണത്തിന് മുമ്പ് ചെയ്യാൻ പോകുന്ന ഗ്ലോയിങ് ഫേഷ്യൽ ആണ് ചെയ്യാൻ പോകുന്നത്. അക്ഷയ്ക്ക് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ? എന്റെ ഫേസ് ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ബ്രൈറ്റൻ ആവണം, അങ്ങനെ എന്തെങ്കിലും? പ്രത്യേകത അങ്ങനെ ഒന്നുമില്ല, പക്ഷെ നല്ല ഗ്ലോ ആയിരിക്കണം. എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഫേസ് നല്ല ഗ്ലോ ആയിരിക്കണമെന്ന് മാത്രമാണ് ഉള്ളത്. അതായത് ടാൻ ഒക്കെ മാറി അല്ലെ. പൊതുവെ നമ്മൾ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ടാൻ അടിക്കുക, പൊടി പിടിച്ച് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുക, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളോടെ ആയിരിക്കും മിക്കവാറും എല്ലാവരും നടക്കുന്നത്. പക്ഷെ നമുക്കൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് നമ്മളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. അതെ ഇവിടെ ഫുൾ ഇപ്പോ എന്താ പറയാ, മെയിൻ ആളെന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ അക്ഷയ് ആണ്. അപ്പൊ അക്ഷയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഇതുപോലെ ഗ്രൂമായിട്ട് ഇരിക്കുന്ന ഒത്തിരി പേര് ഉണ്ടാവും, ഇത് കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇതെന്ന് പറയാമല്ലേ ചേച്ചി? അതെ. ഇപ്പൊ അക്ഷയെ സംബന്ധിച്ചിടത്തോളം അക്ഷയ് എങ്ങനെയാണ് സ്കിൻ റൊട്ടീൻ, എന്തൊക്കെയാണ്? ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ടോ അതോ കാര്യമായ രീതിയിൽ അങ്ങനെ ഒരു ഷെഡ്യൂളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്കിൻ റൊട്ടീനോ അങ്ങനെ ഒന്നും ഉള്ള ഒരാളല്ല. നൈറ്റ് ക്രീം എന്തെങ്കിലും യൂസ് ചെയ്യുന്നില്ല? ക്രീം ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പുറത്തൊക്കെ നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഫേസിൽ ഒരുപാട് ഈ ടാനും കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് സൺസ്ക്രീൻ ഇല്ല, അങ്ങനത്തെ ക്രീമുകളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ശരിക്കുള്ള റൊട്ടീൻ, അതായത് ഫേസിന്റെ കുറച്ചുകൂടെ ഗ്ലോ ഒക്കെ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി റൊട്ടീൻ നമ്മൾ എപ്പോഴും പാലിക്കേണ്ടതാണ്. അപ്പം സൺസ്ക്രീൻ പോലും ഇടുന്നില്ല. അപ്പോൾ ആലോചിച്ച് നോക്കണം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ റൊട്ടീൻ കൊണ്ടുപോകുന്നതെന്നുള്ളത്. അപ്പം ഇതിപ്പം അക്ഷയ്ക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു നല്ലൊരു പെട്ടെന്നൊരു ഗ്ലോ കിട്ടാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ അതെങ്ങനെയാണ് കൊടുക്കുക? നമ്മുടെ ഈ പാർലറിൽ അങ്ങനെ തന്നെയാണ്. ആദ്യം ഒരു ടാൻ പാക്കാണ് എപ്പോഴും കൊടുക്കാറ്. ഇപ്പം അക്ഷയ്ക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ടാൻ പാക്കിലോട്ട് പോകുന്നില്ല. 1 മന്തേ ഉള്ളൂ അക്ഷയ്ക്ക് കല്യാണത്തിൻ്റെ. അപ്പം ഇത് മുതൽ ഞാൻ നോർമലി 15 ദിവസത്തിന് മുമ്പ് മുതലാണ് കല്യാണത്തിൻ്റെ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ, അപ്പോഴായിരിക്കും നമ്മളെ ബുക്ക് ചെയ്യാൻ വരുന്നത്. പ്രത്യേകിച്ച് ആണുങ്ങളാവുമ്പോഴത്തേക്ക് 15 ദിവസത്തിന് മുമ്പൊക്കെ ബുക്ക് ചെയ്യാറുള്ളൂ. കാരണം അവർക്ക് ചെറിയൊരു ടച്ചപ്പും കാര്യങ്ങളും മാത്രം, ഹെയറും ടച്ചപ്പും കാര്യങ്ങളും മാത്രമായിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാക്കേജ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഫേഷ്യൽ വിത്ത് ഫേഷ്യൽ, ഹെയർ എല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ പെടുന്ന ഏറ്റവും ലാസ്റ്റ്, അതായത് 15 ദിവസത്തിന് മുമ്പോ അല്ലെങ്കിൽ 3 ദിവസത്തിന് മുമ്പോ ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്, ഒരു ബ്രൈറ്റനിങ് ഫേഷ്യൽ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആദ്യം എന്താണ് ക്ലെൻസ് ചെയ്യാൻ പോവാണ്? ക്ലെൻസ് ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്കൊരു പൊടിയൊക്കെ അടിച്ച് വന്നേല് നമ്മളിപ്പോ ഒരു കല്യാണമൊക്കെ അടുക്കുമ്പോൾ എപ്പോഴും മുതൽ ഈ ഒരു ഫേഷ്യൽ അതുപോലെ തന്നെ ടാൻ റിമൂവിങ് ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റ് എടുത്തു തുടങ്ങണം? ടാൻ റിമൂവിങ് എപ്പോഴും 1 മന്തിന് മുന്നേ എങ്കിൽ, കാരണം അതൊരു ഭയങ്കര സംഭവമാണ്. നമുക്ക് ഒട്ടും ഈ പറഞ്ഞ പോലെ മുഖം സൂക്ഷിക്കും പോലെ നമ്മൾ അത്രയും ഭയങ്കര കാര്യമായിട്ട് സൺസ്ക്രീൻ ഇപ്പം മുഖത്തെ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം സൺസ്ക്രീനൊക്കെ നമ്മൾ കയ്യിൽ യൂസ് ചെയ്യുമോ? ഇപ്പം വണ്ടിയൊക്കെ ഓട്ടിക്കുന്ന ആൾക്കാരാകുമ്പോൾ കുറച്ചുകൂടെ സൂക്ഷിക്കുക. ഇപ്പോൾ 1 മന്ത് മുന്നേ എങ്കിലും ടാനിൻ്റെ പാക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ പറയും പോലെ നാച്ചുറൽ കുറേ സംഭവങ്ങളുണ്ട്. അതൊന്നും ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാൻ മടി വിചാരിക്കരുത്. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് എപ്പോഴും പോയി പാർലറിൽ പോയി ചെയ്യണം എന്നൊന്നുമില്ല. കാരണം അതൊരു മടി പിടിച്ച ഒരു സംഭവമായിരിക്കും, നമ്മുടെ കൈകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർലറിൽ പോവുക എന്നുള്ളത്. ഇപ്പൊ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, വൺസ് നമ്മുടെ അവിടെ വന്നിട്ട് ഒരു പാക്ക് എടുക്കുക, ടാനിന്റെ ഒരു പാക്ക് എടുക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ചില ആൾക്കാർക്ക് കുറച്ച്
ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് കുറെ ആൾക്കാർ, കാരണം ഞാൻ ഇതിങ്ങനെ പറയുന്നത് എല്ലാവരും കാശ് തരുന്നില്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മിക്ക ആൾക്കാരും ചെലവിന്റെ കാര്യം ആലോചിച്ചിട്ട് വരാറില്ല. ഈ ടാൻ പാക്ക് പോലുള്ള സംഭവത്തിന് നമ്മളിപ്പം 15 ദിവസത്തിൽ ഒരിക്കൽ ഒരു ടാൻ പാക്ക് ഇടണം എന്ന് പറഞ്ഞിരുന്നാലും അപ്പം ചെയ്തിട്ട് പോകുന്നതാണ്. ചേച്ചി ഈ ഫേസിൽ സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമല്ലോ. അതെ, നമ്മൾ ബോഡിയിൽ ഇപ്പൊ സോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. എത്ര പേര് നമുക്ക് ചേർന്ന ഒരു സോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്? ഒരിക്കലുമില്ല. ഒന്നീ പരസ്യം കണ്ടിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല മണമുള്ള സോപ്പ് നോക്കിയിട്ട് അങ്ങനെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു പേഴ്സണൽ കെയർ എന്നുള്ള രീതിയിൽ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഓയിലി സ്കിന്നാണ്, ഓയിലി സ്കിന്നുകാർക്ക് ഒരിക്കലും നമ്മൾ പാല്, ലാക്ടോ ഉള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നോക്കിയിട്ടാണെങ്കിൽ പിയേഴ്സിന്റെ സോപ്പ് അങ്ങനെയൊക്കെ, അതായത് ഗ്ലിസറിൻ കണ്ടന്റ് ഉള്ള സോപ്പുകളാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ യൂസ് ചെയ്ത സോപ്പ് പ്രശ്നമില്ല. എല്ലാവർക്കും കൂടെ, ഒരു വീട്ടിലുള്ള 4 പേർക്കും കൂടെ ചേർത്തിട്ട് ഒരു സോപ്പ് നമ്മൾ വാങ്ങുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോപ്പ് യൂസ് ചെയ്യരുത്. നമുക്ക് വേണം എന്നുള്ള ഒരു ഫേസ് വാഷ്, നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള ഒരു ഫേസ് വാഷ് നമ്മുടെ ദേഹത്ത് യൂസ് ചെയ്യും പോലെ അല്ല. മുഖത്ത് ഭയങ്കര സെൻസിറ്റീവ് അല്ലേ. അപ്പൊ നമുക്ക് സ്ക്രബ് കഴിഞ്ഞു അല്ലേ? അടുത്ത ഒരു മസാജ്. ഇതെന്താണ്? മസാജിങ് ക്രീം. ഓക്കെ. അപ്പം ഈ ക്രീമിലാണോ നമുക്ക് ഗ്ലോ കിട്ടുന്ന? അതെ, ഇതിലും പാക്കിലും ആണ് നമുക്ക് ഗ്ലോ കിട്ടുന്നത്. കുറച്ച് പാർട്ടേ ഉള്ളൂ. അതാണ് ഈ ഒരു ആണുങ്ങളല്ലേ വന്നു കഴിഞ്ഞാലുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. സ്ട്രോക്സ് ഒന്നും ഇങ്ങനെ ആക്കുന്ന സ്ട്രോക്സ് ഒക്കെ ഉണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ താടിക്കും അങ്ങനെയൊക്കെ കൊടുക്കുന്ന മസാജ് ഉണ്ടോ ജെൻസിന് സെപ്പറേറ്റ്? ഈ ക്രീം എന്തായാലും നമുക്ക് ഇടാൻ ക്രീം പറ്റത്തില്ല. ഓയിൽ മസാജസ് ഉണ്ട്, നമ്മൾ അരോമയുടെ ഒക്കെ ഓയിൽ മസാജസ് ഉണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അരോമയുടെ തന്നെ ഫേഷ്യൽസ് എടുക്കണം. പക്ഷെ അരോമയുടെ ഫേഷ്യൽസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അടുത്ത ടൈമിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ, അതായത് ഓയിൽ ആയതുകൊണ്ട് തന്നെ പറയാൻ പറ്റത്തില്ല, കുരുക്കൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നല്ലതാണ് ഒരു 1 മന്ത് മുന്നേയൊക്കെ ചെയ്തു തുടങ്ങണം. ഒരു ഫസ്റ്റ് ഫേഷ്യൽ എന്നുള്ള രീതിയിലൊക്കെ നമുക്കതെടുക്കാം. ലാസ്റ്റ് ഫേഷ്യലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം അത് ആയി വരാൻ തന്നെ 5 ദിവസം എടുക്കും നമ്മുടെ മുഖത്തോട്ട്. അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടി. ഓയിലല്ലേ എപ്പോഴും, ശരിക്കും പറഞ്ഞാൽ ക്രീം, ഓയില്, ഒരു വാട്ടർ കണ്ടന്റ് ഉള്ളത്, ജെല്ല്, ഇങ്ങനത്തെ ടൈപ്പിലുള്ളതായിരിക്കും നമ്മുടെ എപ്പോഴും ഫേഷ്യൽസ് നമ്മൾ തീരുമാനിക്കുന്നത്, എടുക്കുന്നത്. അപ്പം ഇതിൽ കൂടുതൽ അബ്സോർവ് ചെയ്യുന്നത് എപ്പോഴും ജെൽ ടൈപ്പാണ്. നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ്. ഇപ്പം ജെൽ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അബ്സോർവ് ചെയ്യും. അപ്പം ലാസ്റ്റത്തെ ഒരു ഫേഷ്യലിന് നമ്മൾ ജെൽ ടൈപ്പ് കൊടുത്താൽ എന്താണെന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെയാണ് സ്കിൻ നോക്കുന്ന ആൾക്കാർ, അതായത് നമ്മളെ പോലുള്ള ആൾക്കാർ സ്കിന്നിൽ എന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീം ടൈപ്പും എല്ലാം എടുത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 ഫേഷ്യലിന് വെയിറ്റ് ചെയ്യാമല്ലോ. 15 ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു 20 ദിവസത്തിലൊരിക്കൽ ഒരു ഫേഷ്യൽ കൊടുക്കാമല്ലോ. അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി അടുത്തൊരു മസാജിങ് കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞ ജെൽ ടൈപ്പ്, അതായത് ഒരു ഫേഷ്യലിനകത്ത് ജെൽ ടൈപ്പിനകത്തുള്ള മസാജിങ്ങിലായിരിക്കും ഇതിന്റെ അകത്തുള്ള ഈ ഫേഷ്യലിന്റെ എല്ലാ എഫക്റ്റും ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഗ്ലോയിങ് ഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇതിലാണ് അതിന്റെ ഒരു. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും പാക്ക് ഉണ്ടോ? ഇത് കഴിഞ്ഞിട്ട് പാക്ക്. ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊരു പാക്ക്. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്ക് ഇടാം. ഇല്ല, നമുക്ക് വൈപ്പ് ചെയ്തിട്ടായിരുന്നാൽ പാക്ക് ഇടാം. അതായത് പോട്ട്സ് പോലെയാണ്. ഇപ്പൊ നമുക്ക് മുഖക്കുരുവൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിത് വൈപ്പ് ചെയ്തിട്ട് പാക്ക് ഇടണം.
ഇതിപ്പോൾ മോക്കൊരു ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പാക്കിലോട്ട് പോകും. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ബ്രൈഡൽ പാക്കായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഒത്തിരി വർക്ക് ചെയ്യുന്ന, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു അണ്ടർ ഐയുടെ ഒരു പാക്കും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ പ്ലസ് ഒരു കളർ കുറവായിട്ടുള്ള ഒരാളാണ്, കുറച്ച് ടാനും കൂടെ ഉണ്ട് എങ്കിൽ നമ്മൾ ഈ മസാജ്, ഈ ജെൽ ടൈപ്പിലുള്ള മസാജിങ് ഒഴിവാക്കും. എന്നിട്ട് പ്ലസ് ബ്ലീച്ച് കൊടുക്കും, എന്നിട്ട് ഈ പാക്ക് ഇടും. അപ്പൊ ഇപ്പൊ ഒരു പാക്ക് ഇട്ടേക്കാണ് അല്ലെ, ഇതിനി എത്ര മിനിറ്റ് നമുക്ക് വെച്ചേക്കണം? 20 മിനിറ്റ്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്യും. വാഷ് ഔട്ട് ചെയ്യുന്ന, പിന്നെ ഒരു മോയ്സ്ചറൈസർ പ്ലസ് ഒരു സൺസ്ക്രീൻ. ഓക്കെ, അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം എങ്ങനെയുണ്ട് ആ ഗ്ലോ എന്നുള്ളത്. ഇപ്പൊ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്, ഇനി നമ്മളിത് വൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നോക്കാം എങ്ങനെ എത്രത്തോളം ഗ്ലോ അക്ഷയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് ഒരു സൺസ്ക്രീന്, സൺസ്ക്രീൻ ആണോ ആദ്യം ഇടുന്നത്? അതെ, സൺസ്ക്രീന്. അപ്പം അതങ്ങ് ബ്ലോക്ക് ആവും നമ്മുടെ സ്കിന്നിലോട്ട്. ആ, ഓ, സൺസ്ക്രീൻ ഇട്ടിട്ടാണോ മോയ്സ്ചറൈസർ ഇടേണ്ടത്? അതെ. ആണല്ലേ? ഇല്ല, ഇപ്പം മോയ്സ്ചറൈസർ നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും സെൻസിറ്റീവ് സ്കിന്ന് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ടിട്ട്, ജെൽ ടൈപ്പിലുള്ള മോയ്സ്ചറൈസർ ഇട്ടിട്ട് സൺസ്ക്രീൻ ഇടാം. ഓക്കെ, രണ്ട് ടൈപ്പിൽ യൂസ് ചെയ്യാം സൺസ്ക്രീൻ. അത് ശരി. പക്ഷെ സാധാരണ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് സൺസ്ക്രീൻ ഇടുന്നത്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇടാം കേട്ടോ. ഞാനൊക്കെ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇടാറ്. ഇപ്പൊ നമ്മൾ നല്ല വെയിലത്ത് പോവാണെന്ന് വെച്ചോ, നോർമൽ ടു ഡ്രൈ ഉള്ളവർക്ക് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇതായത് നമ്മളിപ്പം ഡിപ്പെൻസ് നമ്മൾ പുറത്ത് പോകുന്ന രീതി അനുസരിച്ചിട്ട്, നമ്മളൊരു ബീച്ചിലൊക്കെയാണ് പോണത്, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം സൺസ്ക്രീൻ യൂസ് ചെയ്യത്തില്ലേ? 2 പ്രാവശ്യം സൺസ്ക്രീൻ എങ്ങനെ യൂസ് ചെയ്യും? ഇപ്പം ഞാൻ അങ്ങനെ സൺസ്ക്രീൻ 2 പ്രാവശ്യം യൂസ് ചെയ്യണതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയാണെന്നറിയോ? ഒരു പ്രാവശ്യം ഇട്ടു, പിന്നീട് ഒരു പ്രാവശ്യം അങ്ങ് ഇട്ടു, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. അല്ലെങ്കിൽ കൂടുതൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന രീതി അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ സൺസ്ക്രീൻ ഇടുക, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എല്ലാം ഇട്ടു, നമ്മളൊന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത്, മേക്കപ്പിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, സൺസ്ക്രീൻ ഇടുന്ന കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് സൺസ്ക്രീൻ ഇടുക. അപ്പം കുറച്ചുകൂടെ ബ്ലോക്ക് ആവും. ഇപ്പോൾ 50+ ആണെങ്കിൽ പോലും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒത്തിരി വെയിലത്ത് പോകുമ്പോഴത്തേക്കും ഉള്ള ഒരു സ്കിൻ കെയർ അങ്ങനെയാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ്. സോ നമ്മുടെ ഗ്രൂം ഇവിടെ റെഡിയാണ്. അക്ഷയ് വന്ന് ഗ്ലോയിങ് സ്കിന്നൊക്കെ ആക്കി, ഇതാ ഇപ്പോൾ നല്ല ഗ്ലോ ഒക്കെ ഉണ്ട് സ്കിന്നിന്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അക്ഷയ് എങ്ങനെയാണ്, സാറ്റിസ്ഫൈഡ് ആണോ? മിറർ നോക്കിയിട്ട് അതെ, വളരെ ജെന്യൂൻ ആയിട്ട് പറയുകയാണ്. ഇത്രയും മികച്ച ഒരു റിസൾട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വളരെ ജെന്യൂൻ ആയിട്ടാണ് പറയുന്നത്. വളരെ നല്ല റിസൾട്ട് ആയിരുന്നു. കാരണം എന്റെ ഒരു എക്സ്പെക്ടേഷനും മുകളിൽ നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു റിസൾട്ടാണ് എനിക്കിപ്പം കിട്ടിയിരിക്കുന്നത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക്സ് ടു ഇൻസ്പയർ, താങ്ക്സ് ടു സന്ധ്യ. അപ്പൊ സന്ധ്യ ചേച്ചിക്ക് ഇതിൽ കൂടുതലൊന്നും കിട്ടായില്ലല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗ്രൂമാണ് വന്നിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ബ്രൈഡിനെ കുറിച്ചാണ്, നമ്മൾ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും ചെയ്യുന്നതും കാണുന്നതും. കാരണം ലേഡീസ് ആണ് ഓൾമോസ്റ്റ് എപ്പോഴും അവർ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അതുമല്ല, ഈ കല്യാണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരുമ്പം ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ബ്രൈഡ്സ് ഇങ്ങനെ കിടന്നോടുകയാണ്. പക്ഷേ ആണുങ്ങൾക്ക് കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്ക് അല്ലെങ്കിലും ഉണ്ട്. ഞാൻ ഇവിടെ വരുന്ന ഗ്രൂംസിൻ്റെ അടുത്ത് ആദ്യമേ അങ്ങോട്ട് പറയും, ഞാൻ ഇങ്ങനത്തെ ഫേഷ്യലൊക്കെ ചെയ്യണം, സ്കിൻ അപ്പോഴത്തേക്കും റെഡിയാക്കണം. നമ്മൾ ജസ്റ്റ് ഒരു ടച്ചപ്പിനാണെങ്കിൽ പോലും നമ്മളൊരു ക്ലീനപ്പ് ചെയ്യാതെ ഒരു ടച്ചപ്പിന് നമുക്ക് പറ്റത്തില്ല, ഒരു മേക്കപ്പ് ഇടാൻ നമുക്ക് പറ്റത്തില്ല. സ്കിന്ന് ക്ലിയർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും പിന്നെ ഇച്ചിരി ഒന്ന് ഫൗണ്ടേഷനോ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ ആവും. അല്ലാതെ നമ്മുടെ സ്കിന്നിൽ ഒന്നും ചെയ്യാതെ ഒരു മേക്കപ്പും ചെയ്യരുത്. പക്ഷേ ഇതോടുകൂടി നമുക്ക്
മനസ്സിലായി കാണും. നല്ല ഗ്ലോ ഉണ്ട്, നല്ല ഗ്ലോ ഉണ്ട്. ഇനിയിപ്പോ അക്ഷയ് അടുത്ത ട്രീറ്റ്മെന്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ടാൻ ഉണ്ട് അല്ലേ? കയ്യിൽ കുറച്ച് ടാൻ ഉണ്ട്. അപ്പം നമ്മൾ കല്യാണം അടുപ്പിച്ചാവുമ്പോഴത്തേക്കും എല്ലാ സൈഡും ക്ലിയർ ആയി ഇരിക്കണം. എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രൂം തന്നെയായിരിക്കും. ഗ്രൂം ആൻഡ് ബ്രൈഡ് രണ്ടുപേരും. അല്ലാതെ തന്നെ നമുക്ക് ഗ്രൂമിന് വേണ്ടിയിട്ട് പാക്കേജ് തന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഹെയറിനായിരുന്നാലും ട്രീറ്റ്മെന്റ് ബേസിലായിരുന്നാലും ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ബേസിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെഡിക്യൂർ, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗ്രൂമിന് പെഡിക്യൂർ അത്യാവശ്യമാണ്. നല്ലൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഇവരുടെ ആ ഒരു, അതായത് ഈ ഇങ്ങനെ കിടന്ന് ഓടുമായിരിക്കും ആ ഒരു ദിവസത്തിലത്തേക്ക് വേണ്ടിയിട്ട്. അപ്പം ഇവരാരും നോക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. എല്ലാ കാര്യങ്ങളും ഇവരുടെ തലയിൽ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ കിടന്ന് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പെഡിക്യൂർ എന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ വരെയല്ലേ? ഓക്കെ, അപ്പോ എന്താ പറയാ, ഒരു അഡ്വാൻസ് ഹാപ്പി വെഡിങ് അതെ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ടന്റ് ഇവിടെ ഇന്നത്തേക്ക് സമാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. ബൈ.